എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതത്തെ സംബന്ധിച്ച് ദൈവം നമുക്ക് ധാരാളം കാര്യങ്ങൾ തരും. ആ ധാരാളം കാര്യങ്ങളിൽ ദൈവം ശ്രേഷ്ഠമായി നൽകിയിരിക്കുന്ന ഒരു ദാനമാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ദാനം. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ദാനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിക്കാൻ സാത്താൻ വരും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഉപമ ഇതാണ്: വിത്ത് ദൈവവചനമാണ്. എന്നിട്ട് പറയുകയാണ്, ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാചു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. വചനം മോഷ്ടിച്ചുകൊണ്ട് പോകും. ആര് വന്നിട്ടാണ് വചനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്? ഉറക്കെ പറ. പിശാച് വന്ന് വചനം മോഷ്ടിച്ചുകൊണ്ട് പോകും. ആരുടെ വചനമാണ് മോഷ്ടിക്കുന്നത്? കള്ളുകുടിയന്മാരുടെ വചനമാണ് മോഷ്ടിക്കുന്നത്? ആണോ? അല്ല. പിന്നെയോ? ആരാണോ വചനം കേൾക്കുന്നത്? ഇപ്പോൾ കൺവെൻഷന് വന്നിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ അടുത്ത്, നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ പിശാച് വരും. അച്ഛൻ്റെ ഹൃദയത്തിൽ പിശാച് വരും. എല്ലാവരുടെയും നല്ല ജീവിതം നയിക്കുന്നവരുടെ അടുത്ത് പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ കയറും. അവരുടെ വീട്ടിൽ പശുവുണ്ട്, പശുവിന് മുകളിൽ കയറും എന്നല്ല പറയണത്. എരുമയുണ്ട് അല്ലെങ്കിൽ പോത്തുംകുട്ടിയുണ്ട്, പോത്തുംകുട്ടിയുടെ മുകളിൽ കയറും എന്നല്ല പറയണത്. എന്താണ്? നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായിരിക്കും, നമ്മൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, കൺവെൻഷൻ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് വചനം മോഷ്ടിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. സാത്താൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് ദൈവം തരുന്ന ദാനങ്ങൾ മോഷ്ടിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ വചനം മോഷ്ടിക്കുന്നത് പോലെ തന്നെ അവൻ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം, ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഗിഫ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഗിഫ്റ്റ് അവൻ മോഷ്ടിക്കും. സാത്താൻ വന്ന് മോഷ്ടിക്കും വിശ്വാസത്തിൻ്റെ ഗിഫ്റ്റ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 31-32 തിരുലിഖിതങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 തിരുലിഖിതങ്ങൾ. ഈ വിശ്വാസത്തിൻ്റെ ഗിഫ്റ്റ് മോഷ്ടിച്ചാലോ? വിശ്വാസത്തിൻ്റെ ഗിഫ്റ്റ് മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാതെയാവും, പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോകാതെയാവും, കൺവെൻഷൻ കൂടിക്കൊണ്ടിരുന്നവർ കൺവെൻഷൻ കൂടാതെയാവും, പിന്നെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നവർ ബൈബിൾ വായിക്കാതെയാവും. അവർ അൺസ്പിരിച്വൽ ആയി രൂപാന്തരപ്പെടും. അവർ വേൾഡ്ലി ക്രിസ്ത്യൻ ആയി രൂപാന്തരപ്പെടും. they will become unspiritual. അവർ ഒരു കാലത്ത് കൃപയായിരുന്നു, ഒരു കാലത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ഒരു കാലത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവരായിരുന്നു. എന്നാൽ അവരിൽ നിന്ന് പിശാച് വന്ന് വിശ്വാസം മോഷ്ടിച്ചു കഴിയുമ്പോൾ അവർ ദൈവത്തെ സ്നേഹിക്കാനുള്ള കഴിവില്ലാത്തവരായി മാറും. അവർ പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്തവരായി മാറും, സഹിക്കാൻ കഴിവില്ലാത്തവരായി മാറും, ക്ഷമിക്കാൻ കഴിവില്ലാത്തവരായി മാറും. വായിച്ചു നോക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 തിരുലിഖിതങ്ങൾ. ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാരാണ് 12 പേര്. അപ്പോൾ ഈശോ ആ 12 പേരോട് പറയാണ്, ഇതാ പിശാച് വന്ന് നിങ്ങളെ പാറ്റി കൊഴിക്കുക, ഗോതമ്പ് പാറ്റണത് പോലെ പാറ്റി അടിച്ച് നിരപ്പാക്കാൻ പിശാച് നോക്കി. ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, പരിശ്രമിച്ചു, വന്നു, ആക്രമിച്ചു. എന്നാൽ ഞാൻ നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഇടപെട്ടു എന്നാ പറയണത്. എന്നാൽ ഓക്കെ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് ഇടപെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കും, ഒരു കള്ളൻ വന്നാൽ ആ കള്ളൻ ആ വീട്ടിലുള്ള ഏത് കാര്യമാണ് മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്ന് പറ. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചാലക്കുടി ഒരു വീടുണ്ട്, നിങ്ങളുടെ വീടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഒരു 200 പവൻ, 200 വേണ്ട 100 ആയിക്കോട്ടെ, ഒരു 101 പവൻ സ്വർണം മേടിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ കൺവെൻഷൻ പോന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും. അത് കള്ളനറിയാം. ഇന്ന ചേടത്തിയുടെ, ആ ചേടത്തിയുടെ പേരാണ് എന്താണ്,
ആ ചേട്ടത്തിൻ്റെ പേരാണ് ശോശാമയെന്ന് വേണ്ട, ശോശാമ ഇവിടെ ഉണ്ടാവും. ആ ചേട്ടത്തിൻ്റെ പേരാണ് അപ്പോ ആ ചേട്ടത്തിയുടെ വീട്ടില് 101 പവൻ സ്വർണ്ണം ഉണ്ടെന്ന് പിശാചിന് മനസ്സിലായി. ചേട്ടത്തി ധ്യാനത്തിന് പോകണം നോക്കി നിന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ കള്ളൻ കയറി ആ വീട്ടിൽ വാതിലെല്ലാം പൊളിച്ചു. ആ കള്ളൻ കയറുമ്പോൾ ആ കള്ളനറിയാം 101 പവൻ സ്വർണം അവിടെ ഉണ്ടെന്നറിയാം. കള്ളൻ അവിടെ വന്നാൽ കള്ളൻ ആദ്യം നോട്ടം ഇടുന്നത് ദോശയ്ക്കുള്ള മാവ് ഇരിപ്പുണ്ട്, അത് കുറച്ചെടുത്തുകൂടെ, ഞാൻ ദോശ കഴിച്ചിട്ട് കാലം കുറയായി, ദോശ ചൂടാനുള്ള മാവാണ് അവൻ മോഷ്ടിക്കുന്നത് ആണോ? അത് വെറും ലോക്കൽ കള്ളനാണ്. ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, ഈ കേക്ക് എടുത്തുകൊണ്ട് പോയി ബർത്ത്ഡേക്ക് മുറിക്കാം. കേക്കാണോ മോഷ്ടിക്കുന്നത്? അല്ല, ഒരു ഗ്യാസ് കുറ്റി പുതിയത് ഇരിക്കുന്ന. എൻ്റെ വീട്ടിലൊരു ഗ്യാസ് കുറ്റിയുടെ കുറവുണ്ടായിരുന്നു, ഇതങ്ങോട്ട് കൊണ്ടുപോയേക്കാം. ഗ്യാസ് കുറ്റിയാണോ നോട്ടം ഇടുന്നത്? അല്ല. ഏതായിരിക്കും നോട്ടം ഇടുന്നത്? സ്വർണം. ആ വീട്ടിലെ വിലപിടിപ്പുള്ള കാര്യമാണ് അവൻ ടാർഗറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയെന്ന് വിചാരിക്കും. നിങ്ങൾ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഓടി ചെല്ലുമ്പം വാതിലെല്ലാം തുറന്ന് കിടക്കുന്നുണ്ട്. 101 പവൻ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. വാതിൽ തുറന്ന് കിടക്കുകയാണ്. കള്ളം കയറിയെന്ന് മനസ്സിലായി. നിങ്ങൾ ഓടിപ്പോയി ആദ്യം അന്വേഷിക്കണം എന്താണ്? രാത്രിക്കത്തേന് ചോറ് വെക്കാനുള്ള അരി ഓടി ഇരിപ്പുണ്ട്, അത് കൊണ്ടുപോയെന്നാണ് നിങ്ങൾ നോക്കണത് ആണോ? നാളെ കൺവെൻഷൻ ഇടാൻ വേണ്ടി ഒരു സാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസം ഗംഭീരമായിട്ട് ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചു. സാരി കൊണ്ടുപോയെന്നാണ് നോക്കണത്? അല്ല. ഓടിപ്പോയി ആദ്യം നോക്കണം എന്താണ്? സ്വർണം കൊണ്ടുപോയോ നോക്കും. ശരിയല്ലേ? ഇതുപോലെ ഈശോ പറയാണ്, ശിമയോൻ ശിമയോൻ, കള്ളൻ നിന്റെ വീടിനെ നിങ്ങളെ ആക്രമിച്ചു, ഞാൻ പെട്ടെന്ന് ഇടപെട്ടു, നിങ്ങളുടെ സ്വർണം കൊണ്ടുപോകാതെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഗ്യാസ് കുറ്റി കൊണ്ടുപോയി സാരമില്ല, നിങ്ങളുടെ ആരോഗ്യമൊക്കെ പോയെങ്കിൽ സാരമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ സ്വർണം പോകാതെ ഞാൻ നോക്കി. എന്താണ് നമ്മുടെ ഉള്ളിലുള്ള വിലപിടിപ്പ് നിക്ഷേപം? ഏതാണ്? സ്വർണ്ണമല്ല. ഉള്ളിലുള്ള ദൈവം സ്വർഗത്തിൽ നിന്ന് തന്ന നിക്ഷേപം ഏതാണ്? വിശ്വാസം. വിശ്വാസം. അപ്പൊ ഈശോ പറയാണ്, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതിൽ വിലപിടിപ്പുള്ള വിശ്വാസ സമ്പത്തിൽ ഒരെണ്ണമാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. അതുകൊണ്ട് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ തെങ്ങ് ചിലപ്പോൾ ഒരെണ്ണം ഒടിഞ്ഞു പോയി കാണാം, അത് സാരമില്ല, പക്ഷെ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലുള്ള വളരെ വിലപിടിപ്പുള്ള നിക്ഷേപം ഏതാ? ട്രഷർ ഏതാണ്? വിശ്വാസം. സാത്താൻ വരുമ്പോൾ സാത്താൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആരോഗ്യമോ അതൊക്കെ അവരൊക്കെ ആക്രമിച്ചാൽ അവൻ്റെ ടാർഗറ്റ് എന്താണ്? എന്ത് സംഭവം ഉണ്ടായാലും സാത്താൻ്റെ ടാർഗറ്റ് ഈ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് മോഷ്ടിക്കുക എന്നുള്ളതായിരിക്കും. ലാസ്റ്റ് വരുമ്പം നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലാതാക്കും, ലാസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പള്ളിപ്പോക്ക് ഇല്ലാതാക്കും, ലാസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ ബൈബിൾ വായന ഇല്ലാതാക്കും, ലാസ്റ്റ് വരുമ്പോൾ നിങ്ങളൊരു സെക്കുലർ മനുഷ്യനായി മാറും. പഴയ പോലെ തീയൊന്നുമില്ല. ഇപ്പം എന്താ ഉള്ളത്? ഇപ്പോൾ തീയുടെ തീ പോയി തായ, ഇപ്പൊ വെറും തറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സാത്താൻ നമ്മുടെ ജീവിതത്തെ ആക്രമിക്കുന്ന സമയത്ത് ഈ വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യുന്ന കാരണം എന്താ? അതിന് കാരണമുണ്ട്. അതാണ് CCC 1813. CCC 1812 പറഞ്ഞത് എങ്ങനെയാണ്? CCC 1800. CCC എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധന പുസ്തകമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്. അപ്പോൾ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ CCC 1812 പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. ഇറ്റ് ഈസ് ഇൻഫ്യൂസ്ഡ് ബൈ ഗോഡ്. ദൈവത്താൽ നമ്മുടെ ഉള്ളിൽ ഇൻഫ്യൂസ് ചെയ്യപ്പെട്ടതാണ് വിശ്വാസം. അതിൻ്റെ പേരാണ് ഇൻഫ്യൂസ്ഡ് വെർച്യു.
ആകെ 3 എണ്ണമാണ് അങ്ങനെ ഇൻഫ്യൂസ്ഡ് വെർച്യൂസ് ഉള്ളത്. വിശ്വാസം, ശരണം, ഉപവി, 3 എണ്ണാണുള്ളത് ഇൻഫ്യൂസ്ഡ് വെർച്യൂസ്. ദൈവം അത് നേരിട്ട് തരണം. നമുക്ക് ഭൂമിയിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന വെള്ളം നമുക്ക് ഉണ്ടാക്കാവുന്ന പോലെ എന്തെങ്കിലും 2-3 സാധനങ്ങൾ, ഇപ്പോൾ ധ്യാനവും കൂടി പിന്നെ കുറച്ച് കുരിശിൻ്റെ വഴിയും ചെയ്താൽ ഉടനെ വിശ്വാസം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ 10 ദിവസം ബൈബിൾ വായിച്ചാൽ വിശ്വാസം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഫെയ്ത്ത് ഈസ് ആൻ ഇൻഫ്യൂസ്ഡ് വെർച്യൂ. ദൈവം നമ്മുടെ അന്തരാത്മാവിൽ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് നിക്ഷേപിക്കുന്ന ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. അത് ദാനമാണ്, അത് ഗിഫ്റ്റാണ്, അത് ദൈവമാണ് തരണത്. ദൈവം മാത്രമേ അത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഭൂമിയിൽ നിന്ന് ഒരു കടയിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങാൻ പറ്റില്ല. ഭൂമിയിൽ ഒരാൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. നിങ്ങൾ പിള്ളേരെ കാറ്റഗറിസം ക്ലാസ്സിന് വിട്ടെന്ന് വിചാരിച്ച് വിശ്വാസം ഉണ്ടാകുന്ന യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ കുട്ടികളെ ധ്യാനത്തിന് വിട്ടെന്ന് വിചാരിച്ച് ധ്യാനം കൂടി കഴിയുമ്പോൾ വിശ്വാസം ഉണ്ടാകുന്ന ഒരു നിർബന്ധമില്ല. മുട്ടമ്മൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ദൈവം അവരുടെ മേൽ വിശ്വാസം നിവേശിപ്പിക്കാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇത് CCC 1812 പറഞ്ഞതാണ്, ഇത് ദൈവത്താൽ നിവേശിപ്പിക്കപ്പെട്ടവയാണ്. ഇത് ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. ഇത് നമ്മുടെ അന്തരാത്മാവിൽ ദൈവം നേരിട്ട് നിക്ഷേപിക്കുന്നതാണ്. അത്രയും പ്രഷ്യസാണ് ഈ വിശ്വാസം. അപ്പം നിങ്ങൾക്കൊന്ന് കൊന്തയില്ലാൻ തോന്നണോ? പള്ളി കാണുമ്പോൾ സന്തോഷം തോന്നുന്നു, ബൈബിൾ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു, ഈശോയുടെ പേര് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു, പോട്ടേന്ന് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു, കൺവെൻഷൻ അഭിമാനം തോന്നുന്നു, പോകുന്നത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു. ആ വിശ്വാസം ഉള്ളത് കൊണ്ട് അങ്ങനെ തോന്നുന്നത്, ആ ഗിഫ്റ്റ് അവിടെ ഉള്ളതുകൊണ്ട് തോന്നുന്നത്. ആ ഗിഫ്റ്റ് ഇല്ലാത്ത കോടാനുകോടി മനുഷ്യരുണ്ട്, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞവർ. അവർക്ക് ഒന്നും തോന്നിയല്ല, ചിലപ്പോൾ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായ ഹെവിനെസ് തോന്നും.